ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷെ അവർ വളരെ സന്തോഷവാന്മാരായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിന്റെ വീട്ടുകാർക്ക് എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാനോ സ്വീകരിക്കാനോ സാധിക്കില്ല. നിങ്ങളുടെ അവരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരിക്കാം. അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് കം ബാക്ക്. തിരിച്ചു വരാനാണ് അവർ പറയുന്നത്. ഐ ഡോണ്ട് ലവ് യു. ഇത് ഒരു പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നോ ഒക്കെ അല്ലെങ്കിൽ അതിന് ശേഷമോ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരിക്കാം ഇത്. നിനക്ക് എന്നേക്കാൾ നല്ല വ്യക്തിയെ ലഭിക്കും. നിങ്ങളുടെ കഴിവിനും സൗന്ദര്യത്തിനും അനുസരിച്ചിട്ടുള്ള മറ്റ് നല്ല വ്യക്തിയെ, ഇവരെക്കാൾ നല്ല വ്യക്തിയെ ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. രാധാകൃഷ്ണൻ. നിങ്ങളുടെയും അവരുടെയും റിലേഷൻഷിപ്പ് രാധാകൃഷ്ണന്മാരെ പോലെയാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നാം ചിലപ്പോൾ. അതായത് ഒരു പൂർണ്ണതയിലെത്താൻ ഒരു പക്ഷേ സാധിക്കുമായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ നിങ്ങൾ അവർ തമ്മിൽ പ്രായവ്യത്യാസം നല്ല പോലെ ഉണ്ടായിരിക്കാം. അങ്ങനെ രാധാകൃഷ്ണന്മാരെ കഥ എല്ലാവർക്കും അറിയാലോ. അക്വേറിയസ്. നിങ്ങളുടെയോ അവരുടെയോ സോഡിയക് സൈൻ അക്വേറിയസ് ആയിരിക്കും. ടെഡി ബെയർ. നിങ്ങൾക്കോ അവർക്കോ ടെഡി ബെയറുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം ടെഡി ബെയർ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ടെഡി ബെയർ. അങ്ങനെയായിരിക്കാം. ക്യാൻ യു ഫോർഗീവ് മീ? എന്നോട് നീ ക്ഷമിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നാണ് അവരുടെ ചോദ്യം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. നിങ്ങളുടെയും അവരുടെയും എന്താ ഇപ്പം അതിനെ പറയാം, നിങ്ങളും അവരും. ഇതിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു മെസ്സേജാണിത്. നിങ്ങളും അവരും തമ്മിൽ മുൻജന്മ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്, അവർക്കും അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്.